നയനയ്ക്ക് ഒരു മുറച്ചിറക്കനുണ്ടെന്നും അവൻ നാട്ടിൽ നിന്നും വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിന് സെക്കൻഡ് പാർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അത് കുറച്ച് വൈകിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചത്. എന്തായാലും കാത്തിരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ നയനയുടെ ആ ഒരു മുറച്ചിറക്കൻ ലാൻഡ് ചെയ്യാണ്. നയനയാണെങ്കിലോ അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. പുറകെ അതിൻ്റെ ആദർശം വെച്ച് പിടിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആദർശം നയനയും കൂടെ ചെന്നിട്ട് അയാളെ റിസീവ് ചെയ്യാൻ നിൽക്കുകയാണ്. സംഭവം ആളൊരു കോമാളി ടൈപ്പ് ആണെങ്കിൽ പോലും കാണാനൊക്കെ ലുക്കുള്ളൊരു കോമാളി എന്ന് വേണമെങ്കിൽ പറയാം. ആദർശ് കാണുമ്പോൾ തന്നെ ഈശ്വര ഇവനാണോ, ഇവൻ എന്തൊരു ലുക്കാണ് കാണാൻ എന്തൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. നല്ല 6 പാക്ക് ബോഡിയൊക്കെ ഉള്ള നല്ലൊരു മൊഞ്ചനാണ് കേട്ടോ വരുന്നത്. വന്ന പാടെ ഓടി വന്നിട്ട് ആയ് മൈ സ്വീറ്റ് ഡാർലിംഗ് നയന എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. നയനയ്ക്ക് പെട്ടെന്ന് അത് എന്തോ ഷൈ ആവുന്നുണ്ട്. നയനപ്പതി ചേട്ടാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് മനസ്സിൽ പറയണം, എടാ വൃത്തികെട്ടവനെ അതിൻ്റെ ഭാര്യയാടാ എൻ്റെ മുമ്പിൽ ചെന്ന് കെട്ടിപ്പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഓടി വന്നിട്ട് അയാൾ വന്നിട്ട് ആദർശിനെയും കെട്ടിപ്പിടിക്കുകയാണ്. ഹായ് മൈ ബ്രോ എന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് നയന ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ സുഖമായിരുന്നു ചോദിക്കുമ്പം പിന്നെ അല്ല, ഫ്ലൈറ്റിൽ വെച്ച് ലെഫ്റ്റും റൈറ്റും 2 ഗേൾസ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അടിച്ച് പൊളിച്ച് വന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ആദർശ് ഓർക്കുകയാണ് ഈശ്വര ഇവനാളൊരു കോഴിയാണല്ലോ, ഇവളെ എങ്ങാണ് ഇനി കെട്ടണമെന്നെങ്ങാണ് പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും കൂടിയിട്ട് ഇങ്ങനെ തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. നയന പോയിട്ട് ഫ്രണ്ടിൽ കയറുകയാണ്. ആ വന്ന ആൾ പുറകിലും കയറുന്നു. അപ്പോഴേക്കും ആദർശാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോഴേക്കും നയനയോട് ആ മുറച്ചിറക്കം പറയുന്നുണ്ട്, നീ വന്നിട്ട് എൻ്റെ കൂടെ പുറകിൽ വന്നിരിക്കുക, എനിക്കെന്തോ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു ഷൈ ആവുന്നു എന്ന് പറഞ്ഞിട്ട് നയനയെ വിളിക്കുമ്പോഴേക്കും ആദർശ് പോവണ്ടേ എന്ന് പറയണമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നയനയെ തന്നെ കളിയാക്കുമെന്ന് പേടിച്ചിട്ട് ആദർശൊന്നും പറയാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ നയന പയ്യെ പുറകോട്ട് പോയിട്ട് അവൻ്റെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയനയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും പൊസസീവ്നെസ് ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. മുത്തശ്ശിയാണെങ്കിൽ ഒരു ഐഡിയ കൊടുത്തത്, അതായത് ആദർശ് അവൻ്റെ ഓഫീസിൽ വേറൊരു പെണ്ണിനെയും കൂട്ടിയിട്ട് ആ പെണ്ണിനോട് തന്നെ ഇഷ്ടത്തിലാണെന്ന് നയനയെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾക്കൊരു പൊസസീവ്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടും അവളെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടും. പക്ഷേങ്കിൽ ആദർശിൻ്റെ മനസ്സിൽ നയനോട് ഇഷ്ടമാണെന്നുള്ള കാര്യം ആദർശിന് പോലും മനസ്സിലാകാത്തൊരു സാഹചര്യത്തിലാണോ ചെയ്യുന്നത്. എന്നാൽ മറ്റൊരാൾ തൻ്റെ ഭാര്യയുടെ കൂടെ കടന്നു വരുന്നെന്ന് അറിഞ്ഞപ്പോഴാണ് ആദർശ് നയനോട് തൻ്റെ ശരിക്കുള്ള ഇഷ്ടം മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെ ഓഫീസിലുള്ള ആ ഒരു പെൺകുട്ടിയും ആദർശോട് നിൽക്കുന്നതായിട്ട് നയന പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഈ ഒരു കാശ് മുത്തശ്ശി കണ്ടിട്ട് മുത്തശ്ശിയാണെങ്കിൽ ഐഡിയ പറഞ്ഞു കൊടുത്ത്, നിൻ്റെ മുറച്ചിറക്കനില്ലേ നമുക്ക് അവനെ ഇങ്ങനെ ലാൻഡ് ചെയ്യിക്കാം, എന്നിട്ട് അവനോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അങ്ങനെ അവനെ കൊണ്ട് അവൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് നയനെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ കൊണ്ടൊരു പ്ലേ ചെയ്യാം, നീയും അവനും വിവാഹം കഴിക്കാൻ പോകുന്ന പോലെയൊക്കെ നമുക്ക് അഭിനയിക്കാം, അങ്ങനെ ആകുമ്പോൾ ആദർശ് നിന്നെ സ്വീകരിച്ചോളും എന്നാണ് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ കേട്ടോ. അങ്ങനെയാണ് നയനെ മുത്തശ്ശി കൂടി ഒരു പ്ലാൻ ചെയ്തിട്ട് ഇവനെ ഇങ്ങോട്ടേക്ക് വരുത്തുന്നത്. അങ്ങനെ ഇവർ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും കനകവും ഗോവിന്ദനെ കൂടി മോനെ വാ കയറി വാന്നൊക്കെ പറയുന്നുണ്ട്. ആദർശോടെ മരുമോനെ കയറി വാന്നൊക്കെ പറഞ്ഞിട്ട് അവർ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ വലിയ സദ്യയൊക്കെ ഇവനോട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആദർശ് മോനും ഇരിക്കുന്നു പറഞ്ഞിട്ട് 2 പേരും അടുത്തടുത്ത് ഇരുത്തുന്നുണ്ട്. അപ്പോഴേക്കും ഇവൻ്റെ അതായത് വന്നിട്ടുള്ള മുറച്ചിറക്കൻ്റെ അടുത്ത് പോയിട്ട് നയന ഇരിക്കുകയാണ്. ഈ സമയത്ത് ഫുഡൊക്കെ ഇങ്ങനെ അവൻ കഴിക്കാൻ ഇങ്ങനെ വാവ് എത്ര നാളായി ഈ ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണുമ്പോൾ തന്നെ കൊതിയാവും എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഉരുള വാരുകയാണ്. എന്നിട്ട് ആദ്യം തന്നെ എൻ്റെ നയനക്കുട്ടിക്കാണെന്ന് പറഞ്ഞിട്ട് നയനയ്ക്ക് വാരി കൊടുക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം അടക്കാൻ വയ്യാതെ ഇങ്ങനെ ആദർശിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ ഭാര്യയ്ക്ക് നീ വാരി കൊടുക്കുന്നു, ഇന്നേ വരെ ഞാൻ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് മനസ്സിൽ പറയാണ്. അപ്പം ഇങ്ങനെ കനവും ഗോവിന്ദനും ഓർക്കുകയാണ്, ഈശ്വര ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആദർശമനോ എന്തെങ്കിലും തോന്നുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദൻ പറയുകയാണ്, ആദർശിന് അങ്ങനെ തോന്നത്തൊന്നുമില്ല, അവർ ഒരു മുറച്ചിറക്കുന്ന മുറപ്പെണ്ണാണെങ്കിലും അവർ ആങ്ങളെ പെങ്ങളെ സ്നേഹത്തിൽ അവർ നടക്കുന്നത്, അതുകൊണ്ട് അവർക്ക് അങ്ങനൊന്നും കാര്യമാക്കില്ലായിരിക്കും എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. എങ്കിലും കനകത്തിൻ്റെ മനസ്സിൽ നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പം ഈ ആദർശിൻ്റെ ഈ ഒരു ഭാവമാറ്റമൊക്കെ നയനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് കഴിച്ചു എന്ന് വരുത്തിയിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ നയന പറയണം, ആദർശ് ചേട്ടാ എന്താ ഇത് മൊത്തം കഴിച്ചിട്ട് പോകുന്നു പറയുമ്പോഴേക്കും ആ മുറച്ചിറക്കൻ പറയണ, ബ്രോ എന്താ ബ്രോ ഇത്, നന്നായിട്ട് ആഹാരം കഴിച്ചാൽ നല്ല ബോഡി എന്നെപ്പോലെ സ്ട്രെങ്ത് ആയിട്ട് ഇരിക്കുകയുള്ളൂ, തൻ്റെ ബോഡി മൊത്തം ഭയങ്കര ഫാറ്റാണല്ലോ, നന്നായിട്ട് ആഹാരം കഴിച്ച് എന്നിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശം ദേഷ്യം വന്നിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോഴേക്കും അവനിങ്ങനെ നയനെ കണ്ണ് കാണിക്കുന്നുണ്ട് കേട്ടോ. മുറച്ചിറക്കൻ കണ്ണ് കാണിക്കുകയാണ് ഏറ്റില്ലേന്ന് നയനെ സൂപ്പർ ഇങ്ങനെ കണ്ണടച്ച് പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ അവനാണെങ്കിൽ ആദർശിൻ്റെ അടുത്തേക്ക് കൈ കഴുകുന്ന സമയത്ത് പോകുന്നുണ്ട്. ബ്രോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം, ബ്രോയ്ക്കൊരു കാര്യം അറിയാം ബ്രോ ഭയങ്കര ഭാഗ്യവാനാണെന്ന് പറയുമ്പം അതെന്താ താൻ അങ്ങനെ പറഞ്ഞ് ചോദിക്കുകയാണ്. നയനയെ കിട്ടിയില്ലേന്ന് ചോദിക്കുകയാണ്. നയനയെ കിട്ടിയവനൊക്കെ ഭയങ്കര ഭാഗ്യവാനാണോ, അതെനിക്കൊരു അബദ്ധം സംഭവിച്ചു പോയതാണെന്ന് പറയുന്നു. അപ്പോഴേക്കും മുറച്ചക്കം പറയുകയാണ്, ഇത്രയും നല്ലൊരു കേരളീയ പെൺകുട്ടിയെ കിട്ടാൻ ഏത് ചെറുക്കര കൊതിക്കാത്തത്. നവ്യനെ എനിക്കിഷ്ടമില്ലായിരുന്നു, നന്ദു ആണല്ലോ പിന്നെ ആൺകുട്ടികളെ നടക്കുന്നത്. എനിക്ക് നയനെന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു. കുഞ്ഞിനാൾ തൊട്ട് തന്നെ എന്തൊക്കെ കഴിവുള്ള പെൺകുട്ടിയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാവോ, നവ്യനെ ആദർശേട്ടൻ നിങ്ങളുടെ തമ്മിലുള്ള വിവാഹക്കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അങ്ങനെ നവ്യനെ ആദർശേട്ടൻ അങ്ങ് കൊണ്ടുപോയി കഴിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നയനെ പ്രപ്പോസ് ചെയ്ത് നയനെ കിട്ടി ഞാൻ അമേരിക്കയ്ക്ക് കൊണ്ടുപോയി അവളെ ഞാൻ പൊന്നുപോലെ നോക്കിയാനെ, അവളെ അവിടുത്തെ രാജകുമാരിനെ ആക്കിയാനെ. പക്ഷേ അതിനിടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നവ്യ കാരണം എല്ലാം നശിച്ചു. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ നയനേനെ ഇപ്പോൾ കെട്ടി നയനൊക്കെ ഒരു കുട്ടി വായനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശം ചോദിക്കുകയാണ്, അതിന് നയനേനെ ഞാൻ വിവാഹം കഴിച്ചിട്ട് 5 മാസമായുള്ളൂ, അതിനിപ്പുറം താൻ കുട്ടി ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ആകും ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പറയാണ്, ചിൽ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും ആദർശം മനസ്സിൽ കരുതാണ്, ഇവൻ എനിക്കൊരു പണി ഉണ്ടാക്കും എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്നിട്ട് നയന അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പം നയനയാണെങ്കിൽ അവിടെ 2 മുറി ഇവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നയനയുടെ ആദർശം സ്ഥിരമായിട്ട് വരുമ്പോൾ നവ്യയുടെ മുറിയിലാണ് കിടക്കാറ്. അപ്പോൾ ആ മുറി തന്നെ അവർക്കും അറേഞ്ച് ചെയ്യുന്നുണ്ട്. നന്ദുവിൻ്റെ മുറി അവനും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നയന ഇങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നവ്യയുടെ മുറി ആദർശനിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മുത്തശ്ശൻ അവിടുന്ന് ചെറിയ ഫോൺ ചെയ്യുന്നുണ്ട് ആദർശിനെ. ആദർശൻ നീ ഓഫീസിലേക്ക് വരുന്നില്ലേ, നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ നയനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. എടാന്ന് വിളിച്ചിട്ട് കട്ടാക്കിയിട്ട് ജയനോട് പറയാണ്, ഇവനെന്താ ഇങ്ങനെ, ഞാൻ നയനയുടെ കൂടെ നിന്നുകൊണ്ട് അവൻ കട്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അത് വേറൊന്നുമല്ല, ഇന്ന് അവളുടെ മുറച്ചിറക്കൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, ദുബായിൽ നിന്ന്. അപ്പോൾ അവനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 2 പേരും പോയിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും അവന് ധൃതിയെല്ലാം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇതും കണ്ടുകൊണ്ട് ദേവേനെ വന്നിട്ട് പറയാണ്, അവനെ പിക്കപ്പ് ചെയ്യാൻ പോയോ, അവനാരോ ഡ്രൈവറോ, അവൾ എന്താ കരുതിയിരിക്കുന്നത്, എൻ്റെ മകനെയും കൊണ്ട് ഇങ്ങനെ അവൾ കറങ്ങി നടക്കുക, അവനെ ജോലിക്കാരിയാക്കിയിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ ദേഷ്യപ്പെടുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അവനറിയില്ലേ എന്താ ചെയ്യേണ്ടതെന്ന്, നീ അതൊന്നും കയറി ഇടപെടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നുണ്ട്. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ, അവനെന്താ എല്ലാവരും ഡ്രൈവറായിട്ട് പോയി കിടക്കുകയാണോ, അവന് നാണോ എന്ന് പറഞ്ഞ സാധനമില്ലേ എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അതെ അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, അവന് ബോധവും വിവരമൊക്കെ ഉണ്ട്, അവൻ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യാവകാശം അവനില്ലേ, ഇപ്പോഴും എന്താ നീ മുല കൊടുക്കുന്ന കുട്ടിയാണെന്നാണോ ഓർത്തിരിക്കുന്നത് അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജയനും കുറേ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ദേവേനെ എല്ലാവരും ഇങ്ങനെ ചൂളി നിൽപ്പുണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടെ നല്ല ജഗപോക നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. അങ്ങനെ ആദർശം ഓർക്കുകയാണ്, ഈശ്വര ഇവൻ എനിക്കൊരു പണിയാവോ, ശരിക്കും നയന എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓഫീസിലെ പെണ്ണുമായിട്ട് സ്നേഹത്തിലുള്ളതുപോലെ അഭിനയിച്ചത്. അപ്പോൾ ശരിക്കും അവളുടെ പഴയ മുറച്ചിറക്കം വന്നിരിക്കുന്നു. അത് മാത്രമല്ല ഞാൻ അവൾ പോകാൻ വേണ്ടി ആഗ്രഹിച്ചു, പക്ഷേ ഇപ്പം മനസ്സിൽ അവളെ മറ്റൊരാളെ തൊടുന്നത് പോലും എനിക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ശരിക്കും എൻ്റെ മനസ്സിൽ അവളുടെ ഇഷ്ടമുണ്ടോ എന്നിങ്ങനെ ആദർശം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി തീർച്ചയായിട്ടും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡിലേ ആവാതെ ഇതിൻ്റെ ബാക്കി സ്റ്റോറി അറിയാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.